തൃപ്പൂണിത്തുറയിൽ വെള്ളത്തിൽ മുങ്ങിയ കാർ പൊക്കിയെടുക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു. അതിലേക്ക് പോകാം ആദ്യം. അനിൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ, ഈ കാർ കാനയിലേക്ക് മറിയുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? വിവരങ്ങൾ. ലക്ഷ്മി പത്മ, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ കാർ ഇവിടെ ഈ കാനയിലേക്ക് മറിയുന്നത്. ഊബർ ഓടുന്ന ഒരു ആളാണ് ഇത്. ഇവിടെ അടുത്ത് ഒരു വീട്ടുകാർ അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് വേണ്ടിയാണ് ഈ രാവിലെ ഈ കാർ ബുക്ക് ചെയ്തത്. അതിനനുസരിച്ച് ലൊക്കേഷൻ നോക്കി വന്ന കാറാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടിലേക്ക് പോയത്. ഇവിടെ ഇപ്പോൾ കാറ് ഉയർത്തി നിർത്തിയിട്ടുണ്ട്, പക്ഷേ റോഡിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. 6 മണി മുതൽ തന്നെ ആ കാറ് കാനയിലേക്ക് മറിഞ്ഞ സമയം തൊട്ട് തന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തു. ഡ്രൈവർക്ക് പെട്ടെന്ന് തന്നെ കാറിന് പുറത്ത് കടക്കാൻ കഴിഞ്ഞതുകൊണ്ടും കാറിൽ മറ്റ് യാത്രക്കാരില്ലായിരുന്നത് കൊണ്ടുമാണ് അത് വലിയ ഒരു അപകടം ഒഴിവായത്. ദൃശ്യങ്ങളിൽ നേരത്തെ വ്യക്തമായിരുന്ന പോലെ കാറ് പൂർണ്ണമായും ഈ കാനയ്ക്കുള്ളിൽ മുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിന്നാണ് ഈ കാറ് വളരെ നേരത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കാറ് വലിച്ചു പൊക്കുവാൻ കഴിഞ്ഞത്. ഇതൊരു അതിർത്തി പ്രദേശമാണ്. ശരിക്കും വലിയ തോതിലുള്ള ഒരു ആരുടേതാണ് ഇത് എന്നുള്ള ഒരു അധികാര തർക്കം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ഒരു ഭാഗത്ത് കൊച്ചി കോർപ്പറേഷൻ, മറുവശം അതായത് ഇപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് കുത്തിക്കിടക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലാണെങ്കിൽ കാറ് ഉയർത്താൻ ഉള്ള ക്രെയിൻ കിടക്കുന്നത് മരടിലാണ് എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ സാഹചര്യമുള്ളത്. അതുപോലെ തന്നെ 2 നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തിയാണ്. കാറ് ഇപ്പോൾ കിടക്കുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. കാർ ഉയർത്തുന്ന ക്രെയിൻ കിടക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഇതിനിടയിൽ വളരെ വിചിത്രമായ ഒരു വാദം, ഈ തോടിനൊന്നും കാനയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇങ്ങുവരെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നിരവധി വീടുകൾ ചേർന്നുള്ള വീടുകളുള്ള ഒരു പ്രദേശങ്ങൾ. ഇവിടെയൊക്കെ ആളുകളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ധാരാളം ആളുകൾ 2 വീലർ അടക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുള്ള പ്രദേശം കൂടിയാണ്. ഇതിനു മുമ്പ് പല തവണ 2 വീലർ ഇതുപോലെ കാനയിൽ മറിഞ്ഞ് പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം വെള്ളം കയറിക്കഴിഞ്ഞാൽ, മഴ പെയ്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും റോഡ് ഏത് തോട് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തില്ലാത്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് കാനകൾക്ക് മുകളിൽ ഒരു സ്ലാബ് പോലും ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കാർ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. കാർ ഇപ്പോൾ റോഡിലേക്ക് തിരികെ കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു ആളുടെ ജീവനോപാധി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യൂബർ ഓടി കുടുംബം പുലർത്തുന്ന ഒരു മനുഷ്യൻ ഇന്ന് രാവിലെ ഒരുപക്ഷെ കിട്ടിയ ആദ്യത്തെ യാത്രയാവും അത് ഈ രീതിയിൽ വെള്ളക്കെട്ടിൽ വന്ന് അയാളുടെ ജീവിതം തന്നെ ചോദ്യചിഹ്നമാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും അതുപോലെ നിയമസഭാ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളും ഒക്കെ ഇത്തരത്തിൽ ഇത് ആരുടേത് എന്ന ഞങ്ങളുടേതല്ല എന്ന ഒരു മനോഭാവം കാട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിചിത്ര ന്യായം, വാദം എന്ന് പറയുന്നത് ഈ നടുവിലൂടെ ഒഴുകുന്ന തോട് ഞങ്ങളുടേതല്ല, അത് ജില്ലാ പഞ്ചായത്തിൻ്റെതാണെന്നാണ് ഈ മരട് മുനിസിപ്പാലിറ്റിയും കൊച്ചി കോർപ്പറേഷനും പറയുന്നത്. അതുപോലെ തങ്ങളുടെ അതിർത്തിയിലാണോ തങ്ങളുടെ മണ്ഡലത്തിലാണോ എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്ക വിഷയമായിട്ട് 2 മണ്ഡലങ്ങളിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ, തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും മണ്ഡലങ്ങളിലെയും ഒക്കെ ജനപ്രതിനിധികളും പറയുന്നത്. അതിനാൽ ഒരു അവഗണിക്കപ്പെട്ട ജനസമൂഹം താമസിക്കുന്ന ഒരു പ്രദേശം പോലെയാണ് ഇപ്പോൾ ഇതുള്ളത്. ഇത്തരത്തിൽ നിരവധി തവണ 2 വീലറൊക്കെ അപകടത്തിൽപ്പെട്ടെങ്കിലും അതൊക്കെ ആളുകൾ പൊക്കിയെടുത്ത് വലിയ വാർത്തയൊന്നും ആകാത്തത് കൊണ്ട് ഇത് ചർച്ചാ വിഷയമായില്ല. പക്ഷേ 10-20 വർഷമായി ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് പോലും ഒരു സാമാന്യമായ നീതി പോലും നടപ്പാക്കി കിട്ടുന്നില്ല. ആളുകൾക്ക് നടന്നു പോകാൻ പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഈ കൊച്ചിയിൽ പെയ്തത് അതിതീവ്ര മഴയാണെങ്കിലും അത്ര അതിതീവ്ര മഴ പെയ്തില്ലെങ്കിൽ പോലും ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും കാർ ഉയർത്തി, പക്ഷേ ഈ ഉയർത്തിയ കാർ ഇനി
എത്രമാത്രം അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഒരു ഊബർ ഓടിച്ച് ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരുപക്ഷെ ഈ നാട്ടുകാരൻ പോലും ആയിരിക്കില്ല. അനിൽ പറയുന്നത് പോലെ അവിടെയുള്ള മനുഷ്യരിങ്ങനെ അധികൃതരാൽ ഉപേക്ഷിക്കപ്പെട്ട് നിരന്തരം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും നേട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടുന്നുണ്ടാവും, പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അത്രയും അരക്ഷിതമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ആ നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാമോ? തീർച്ചയായും ഇത്തരം നാട്ടുകാർ വളരെ ക്ഷുഭിതരായി തന്നെയാണ് രാവിലെ മുതൽ നമ്മളോട് സംസാരിക്കുകയും ചെയ്തത്. ഇപ്പോൾ എല്ലാവരും സംഭവിച്ചത് ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത്? 6 മണിക്കാണ്, 5:45 ഇതിന് ഇവിടെ ഒരു ട്രിപ്പായിട്ട് വന്നതാണ്. യൂബറാണ് ഇവിടെ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്താലേ ഈ വെള്ളം ഈ രീതിയിലാവും. റോഡും വഴിയും വെള്ളം കൂടെ ഒരേ രീതിയിലാവും. പിന്നെ വഴി ഏതാണ് തോടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് കൊച്ചിൻ കോർപ്പറേഷന്റെയും മരട് മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തി തോടാണിത്. അല്ല, പകുതി പണിയും, പക്ഷെ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല. കൊച്ചിൻ കോർപ്പറേഷൻ 51 ഡിവിഷനിൽപ്പെട്ട ഭാഗമാണ്. ഇതാണ് ഒരു സാഹചര്യമുള്ളത്. ഈ ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ലാത്ത ഒരു സാഹചര്യം സ്ഥിരമായിട്ട് ഇങ്ങനെ വണ്ടികൾ വീണുകൊണ്ടിരിക്കുക, കാന പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ട് വരിക. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ആരും ഒരു ഇതും എടുക്കണില്ല. 25 കൊല്ലമായിട്ട് ചെയ്തിട്ടില്ല. 25 കൊല്ലത്തിലേറെയായി. പിന്നെ AB സാബ് കൗൺസിലറായിരിക്കുമ്പോൾ മുതൽ കിടക്കുന്നതാണ്. ഒരു നടന്നില്ല. ഇടയ്ക്ക് പോയിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുക്കും. വരും, എല്ലാം ഓക്കെ പറയും. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു. പക്ഷെ എന്റെ അനിയത്തി വീണിട്ടുണ്ട്. ഇത് കോർപ്പറേഷന്റെയും അപ്പുറത്ത് മുനിസിപ്പാലിറ്റിയും കിടക്കാണ്. ആര് ചെയ്യുന്നുള്ള തർക്കമാണ് ഇതിൽ കിടക്കുന്നത്. ഇവര് പറയാ മുനിസിപ്പാലിറ്റിയാണ് ചെയ്യേണ്ടത്. മുനിസിപ്പാലിറ്റി പറഞ്ഞത് ഇത് കോർപ്പറേഷന്റെ ആണെന്ന് പറയും. ഏതാന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല. നമ്മള് പല പ്രാവശ്യം ടീച്ചറുണ്ടല്ലോ കൗൺസിലർ, എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുക. ഉമ്മ തോമസ്, ഇപ്പുറത്ത് ബാബു കെ ബാബു. ഒറ്റ മനുഷ്യരും വരില്ല, വോട്ടിന് വേണ്ടി മാത്രം വരും. അവരെ കാണും, അത്രേ ഉള്ളൂ. പിന്നെ അവരൊന്നും കാണില്ല. ഈ ബാബുവിനൊന്നും കണ്ടതാണ് ഞങ്ങൾക്ക്. പിന്നെ അറിയാന്നുള്ളതുകൊണ്ട് നമ്മള് ബാബുവിനൊന്നും ഇങ്ങോട്ട് കേറിയിട്ട് പോലില്ല. വോട്ടിന് മാത്രം അതും അത്രയല്ലാതെ വേറെ ആരും ഇവിടെ വരുന്നില്ല. ഇത്ര കാലം കൊണ്ട് പറഞ്ഞു ഇതാണ് സാഹചര്യം. ഇവിടെ വെള്ളം പൊങ്ങി കിടക്കണില്ലേ, അപ്പുറം നിങ്ങൾ വണ്ണ കണ്ടില്ലേ റോഡ് പൊങ്ങി വെക്കണത്. പിന്നെ ആ വീട്ടിലൊക്കെ ചെന്ന് നോക്കി ഒന്ന് ക്യാമറ കൊണ്ടുവന്ന് ഇവിടെ അടുക്കള വരെ വെള്ളം കയറിക്കുന്നത്. ജനപ്രതിനിധികൾ കൗൺസിലർമാർ 2 പേരോടൊപ്പുണ്ട്. ഇത് രണ്ട് തന്നെ ആരോട് പറയണ 2 MLA വരെ വന്നത്. ഒന്ന് തൃപ്പൂണിത്തുറയും, ഒന്ന് തൃക്കാക്കരയും, ഒന്ന് ഉമ്മാ തോമസ്, ഒന്ന് ബാബു. പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോട് പറയണ? ഈ ലൈറ്റ് പോയിട്ട് ഒരു 2 മാസത്തിൽ മേലെയായി. സ്മാർട്ട് മെഷീനാണ്, കൊച്ചി സ്മാർട്ട് ലിമിറ്റ്. മെട്രോ സ്റ്റേഷനാണ്, ഒരു 90 മീറ്റർ. ആ ബിൽഡിങ്ങിന് മുകളിൽ മെട്രോ പോകണമാണ്. കാര്യമില്ല, നമ്മൾ തീർച്ചയായും തന്നെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റണ പോലും ഇല്ല. വണ്ടി ഇറക്കാൻ പറ്റുമോ? കൊച്ചുങ്ങളെന്ന് എടുത്തോണ്ട് സ്കൂളിൽ കൊണ്ടാക്കിയത്. ജനരോഷം അവിടെ നിന്നും ഉയരുകയാണ്. നാട്ടുകാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത സംവിധാനങ്ങളാണ് നമ്മളുടേത് എന്ന് പറയേണ്ടി വരും. കാരണം മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ആ ജനതയെ ദുരിതത്തിൽ തന്നെ വർഷങ്ങളായി നിർത്തുന്ന സാഹചര്യം എന്നാണ് പറയുന്നത്. അവർ ആ വീടുകളിലൊക്കെ കയറി നോക്കാൻ ഞങ്ങളുടെ പ്രതിനിധി അനിൽ ജോർജിനോട് പറയുന്നുണ്ട്. ഉറപ്പായും ആ വീടുകളിൽ കയറി നോക്കണം. അവരെന്താണ് അവിടെ അനുഭവിക്കുന്ന ദുരവസ്ഥ എന്ന് ക്യാമറയിൽ പകർത്തുകയും വേണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം അനിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഒരു ജീവനോപാധിയാണ് നഷ്ടപ്പെട്ടത് എന്ന്. ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. തലനാരിഴയ്ക്കാണ് ഇത്തരം അപകടങ്ങളിൽ നിന്ന് ജീവൻ പലപ്പോഴും തിരിച്ചു കിട്ടുന്നത്. ആ രീതിയിൽ തലനാരിഴയ്ക്കാണ് അവിടെ ആ ഊബർ ഡ്രൈവറിന് ജീവിതം തിരിച്ചു കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജീവനോപാധി നഷ്ടമായിരിക്കുന്നു. ആ കാർ ഏതായാലും ഇനി ഏത് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും അത് അവിടെ നിന്ന് ആ കാനയിൽ നിന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരസ്പരം പഴിചാരുകയാണ് അവിടെ
സംവിധാനങ്ങൾ നാട്ടുകാർ വലിയ രോഷത്തിലാണ് ഉള്ളത്. റെഡ് അലേർട്ടാണ് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലം കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം അവിടെ സംഭവിച്ചിരിക്കുന്നത്. തൃശൂരിൽ 2 മണിക്കൂറായി തോരാ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. പുത്തൂർ ഏഴാംകല്ലിൽ വീടുകളിൽ വെള്ളം കയറി. നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുകയാണ്. പാലക്കാട് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കനത്ത മഴയിൽ മണ്ണാർക്കാട് കാഞ്ഞിരം റോഡിൽ കോൽപ്പാടം കോസ്വേ നിറഞ്ഞൊഴുകി. എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിലും വെള്ളം കയറി. നെല്ലിയാമ്പതിയിലും ശക്തമായ മഴയാണ്. പാലക്കാട് നിന്ന് അജിത് ബാബുവും തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേരും. ആദ്യം അജിത്തിലേക്ക്. അജിത്ത്, പാലക്കാട് ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്തൊക്കെയാണ് ജില്ലയിലെ പൊതുസ്ഥിതി? ലക്ഷ്മി പത്മ, ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായാണ് വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തത്, ശക്തമായ മഴ പെയ്തത്. പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഈ മണ്ണാർക്കാട് കോൽപ്പാടം കോസ്വേയിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ എടത്തനാട്ടുകര കണ്ണംകുണ്ട് പാലത്തിലും ഇത്തരത്തിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ ഇപ്പോൾ മഴ ഏതാണ്ട് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. വെള്ളം താഴുന്ന സാഹചര്യം, വെള്ളം കയറിയെടുത്തു നിന്നെല്ലാം ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അട്ടപ്പാടിയിലും അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലും മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. ഏതാണെങ്കിലും നിലവിൽ വെള്ളം താഴുകയും മഴ മാറി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ നഗരപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം മഴ പെയ്തെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഒരു തുള്ളി പോലും മഴ പെയ്തിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. ഏതാണെങ്കിലും നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ജില്ലയിലുള്ളത്. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലെവിൻ കെ വിജയൻ കൂടി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, തൃശ്ശൂരിൽ 2 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുന്നു എന്നാണ് പറയുന്നത്. വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് പൊതുസ്ഥിതി? ജില്ലയിലെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ 3-ാം മണിക്കൂറിലേക്ക് തുടങ്ങുന്നു, എത്തിയിരിക്കുന്നു മഴയുടെ തുടർച്ചയായ മഴ. ഇന്ന് രാവിലെ 7 മണി മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിലുടനീളം പെയ്തുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ നിർത്താതെ പെയ്യുന്ന, തോരാതെ പെയ്യുന്ന മഴയിൽ കനത്ത നാശനഷ്ടങ്ങൾ തന്നെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ തന്നെ ജനങ്ങൾക്കുണ്ടായി എന്ന് പറയാം. ഇതിനോടകം തന്നെ ജില്ലയിലെ മുഴുവൻ റോഡുകളും, പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും വലിയ ഗതാഗത കുരുക്കിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ തന്നെയുള്ള അശ്വിനി ഹോസ്പിറ്റലിലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരമാണ് ഈ കാണുന്ന നിലയിൽ വെള്ളം കെട്ടുണ്ടായിരിക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത്. മുൻവർഷങ്ങളിലൊക്കെ ഇതേ ആശുപത്രിയിൽ വലിയ തോതിൽ വെള്ളം കയറി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും രോഗികളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ ഈ തുടർച്ചയായി പെയ്യുന്ന മഴ, ഈ വെള്ളക്കെട്ട് കണ്ടാൽ തന്നെ അറിയാം ഈ ജില്ലയിൽ എത്രമാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോഴും തോരാതെ പെയ്യുന്ന മഴയാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ, ജില്ലയുടെ മലയോര മേഖലകളിൽ, തീരദേശ മേഖലകളിൽ അടക്കം അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറിലേറെയായി, 3 മണിക്കൂറിലധികമായി ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നഗരത്തിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് നഗരത്തിലെ അശ്വിനി ആശുപത്രിക്ക് സമീപമാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ശങ്കരയ്യ റോഡിലെ വീടുകളിൽ വെള്ളം കയറി, അക്വാട്ടിക് ലൈനിലെ വീടുകളിൽ അങ്ങനെ വെള്ളം കയറി. നഗരത്തിലേക്ക് എത്തിയാൽ വിവിധ സ്ഥലങ്ങളിലായി വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കനത്ത മഴ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിശക്തമായ മഴയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ലെവിൻ, എന്താണ് അവിടെ പ്രശ്നം?
ലക്ഷ്മി, ഈ നമ്മളിപ്പോൾ പെയ്യുന്ന ഈ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ, ഈ അശ്വിനി ആശുപത്രിയിലടക്കം വെള്ളം കയറിയത് ചിത്രീകരിക്കാൻ എത്തിയപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതായാലും അതിശക്തമായ മഴയാണ്. ഈ ആശുപത്രിയിലടക്കം വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും, അതായത് മലയോര മേഖലകളിലടക്കം വലിയ ബുദ്ധിമുട്ട് നിലവിലുണ്ട്. തീരദേശ മേഖലകളിലും അതിശക്തമായ മണിക്കൂറിൽ 50 കിലോമീറ്ററിലധികം കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ആതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ ആളുകൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ട്. ഈ തീരദേശ മേഖലകളിലടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി കനോലി കനാൽ കര കവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ പല മേഖലകളിലും ഇതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഗതാഗത തടസ്സമടക്കം വലിയ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ജില്ലയിൽ ഇതുവരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിദ്യാലയങ്ങളടക്കം തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യമാണ്. വലിയ ബുദ്ധിമുട്ട് തന്നെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നിരവധി ആളുകൾ പല സ്ഥലങ്ങളിലായി കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഗതാഗതക്കുരുക്കും പല സ്ഥലങ്ങളിലായി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അതിശക്തമായ മഴ തുടരുകയാണ്. 3 മണിക്കൂറിലേറെ സമയമായി ഈ തൃശ്ശൂർ ജില്ലയിലെമ്പാടും കനത്ത മഴ തന്നെ ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, തൃശ്ശൂരിൽ കനത്ത മഴയാണ്. 2 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. ലെവിൻ നിൽക്കുന്ന ആശുപത്രിയുടെ മുന്നിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം, വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം, അങ്ങനെ കനത്ത മഴ തുടരുകയാണ് തൃശ്ശൂരിൽ.